ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ ഒരു കഥ വായിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഒരു കപ്പൽ ഓസ്ട്രേലിയ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ യാത്രയ്ക്കിടയിൽ ഒരിക്കലും നനയ്ക്കാത്ത സമയത്ത് വലിയ കടൽക്ഷോഭമുണ്ടായി. തിരമാലകൾ വലിയ പർവ്വതങ്ങൾക്ക് സമമായിട്ടുള്ള വലിയ ഉയരത്തിൽ ഈ കപ്പലിന് നേരെ ആഞ്ഞടിച്ചിട്ട് ആ കപ്പൽ മുങ്ങുന്ന ഒരു സ്ഥിതി എത്തി. അതിലെ ആളുകളെല്ലാവരും ഭയന്ന് നാളെ എന്താകും, ഇനി ജീവിക്കാൻ കഴിയുമോ, മരണത്തെ മുഖാമുഖം കാണുന്ന അവസാന നിമിഷം എല്ലാവരും ഭയപ്പെട്ടിരിക്കുക. ആ കപ്പലിനെ നിയന്ത്രിക്കുന്ന കപ്പിത്താൻ ആളുകളോടൊക്കെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ധൈര്യപ്പെടുവാനായിട്ടുള്ള ആഹ്വാനം കൊടുക്കുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നത് താൻ ശ്രദ്ധിച്ചു. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു അമ്മ മാത്രം വളരെ ധൈര്യത്തോടെ ചിരിച്ച മുഖത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കപ്പിത്താന് ആ മാതാവിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞു. ആ മാതാവ് വീണ്ടും ചിരിക്കുക. അപ്പോൾ കപ്പിത്താൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ഭയമൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്? ആ മാതാവ് തിരിച്ചു പറഞ്ഞു, ഞാൻ ജീവനോടെ ഓസ്ട്രേലിയയിൽ എത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇളയ മകളെ അവിടെ വെച്ച് കണ്ടുമുട്ടും. അവളെ കാണുകയും അവളോട് കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം. ഇനി അഥവാ ഞാൻ ഈ യാത്രക്കിടയിൽ കടൽക്ഷോഭത്തിൽ ഈ കപ്പൽ മുങ്ങിയാൽ എനിക്ക് സങ്കടമില്ല. കാരണം എൻ്റെ മൂത്ത മകള് ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ മകളെ എനിക്ക് കാണാനായിട്ട് കഴിയും. അവിടെ യേശുവിനോടൊപ്പം എനിക്ക് എൻ്റെ തുടർന്നുള്ള ആയുസ്സ് ചെലവിടുവാൻ കഴിയും. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ലാഭമാണ്. ഞാനതുകൊണ്ട് ഭയപ്പെടുന്നില്ല. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ചോദ്യം ഇതാണ്: ജീവിതത്തിൻ്റെ കഠിനമേറിയ സാഹചര്യങ്ങളിൽ, മരണത്തെ പോലും മുഖാമുഖമായി കാണുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഭയപ്പെടുമോ, അതോ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുമോ? എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ, അതോ നിങ്ങൾ വിശ്വാസത്തിൽ ഇടറിപ്പോകുമോ? ജീവിതത്തിൻ്റെ ഒത്തിരി കഠിനമേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു: യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ മനസ്സിനോട് തന്നെ പറയുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ, ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കാം, ദൈവത്തിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വാക്കുകൾ ഇവിടെ ചുരുക്കും.